presents SBI Samrambhaka, powered by Krishna Tulsi Cup Syrup in association with Beyond Pink app. സ്ത്രീകളുടെ സംരംഭക സ്വപ്നങ്ങൾക്ക് പുത്തൻ മാനങ്ങൾ നൽകാനും അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുവാനും വേണ്ടി നമ്മുടെ സ്വന്തം ഫ്ലവേഴ്സ് TV ഏറ്റവും പുതിയതായി നമ്മുടെ മുന്നിലേക്ക് അണിയിച്ചൊരുക്കുന്ന പുത്തൻ റിയാലിറ്റി ഷോയാണ് സംരംഭക. ഒരു സ്ത്രീ സംരംഭകയാകാൻ മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ അത് കുടുംബത്തിനും നാടിനും നമ്മുടെ സമൂഹത്തിനൊന്നടങ്കം അതൊരു വലിയ മുതൽക്കൂട്ടാകും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ആ അഭിപ്രായത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് സ്ത്രീകളിലെ കഴിവുറ്റ സംരംഭകർക്ക് കൈകൊടുക്കണം എന്ന ആശയവുമായി സംരംഭക എന്ന പുതിയ പ്രോഗ്രാമുമായി ഫ്ലവേഴ്സ് TV നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. വിനോദവും വിജ്ഞാനവും ഒരുപോലെ കൈകോർക്കുന്ന ഈ ഷോയിൽ 12 ടീമുകളാണ്, അതായത് 24 വനിതകളാണ് പങ്കെടുക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള 24 മിടുക്കികളാണ് നമ്മുടെ ഷോയുടെ ഭാഗമാവാൻ പോകുന്നത്. ഇനി ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇവരെ കാത്തിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവരൊക്കെയും മനസ്സിൽ വ്യത്യസ്തങ്ങളായ ബിസിനസ് ആശയങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ്. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു കൊടുക്കാൻ, നിറം പകരാൻ കഴിവുള്ള ഒരു കൂട്ടം ഇൻവെസ്റ്റേഴ്സ് ആണ് അവരുടെ ആശയങ്ങൾ ഏറ്റെടുക്കാനും അത് പ്രാവർത്തികമാക്കാനും അവരെ സഹായിക്കാൻ മുന്നോട്ട് വരാൻ പോകുന്നത്. പക്ഷെ അത് ഇപ്പോഴല്ല, അതിനു മുൻപ് ഇവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, എന്താണ് അവരുടെ യഥാർത്ഥ കഴിവ് എന്നവർ ഈ വേദിയിൽ തെളിയിക്കും. അതാണ് ഇനി അങ്ങോട്ടേക്കുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ കണ്ടസ്റ്റൻസിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിനൊക്കെ മുൻപായിട്ട് അവർക്ക് എല്ലാ ഗൈഡൻസും കൊടുക്കാൻ വേണ്ടിയിട്ട്, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വിദഗ്ധരുടെ ഒരു ജൂറി പാനൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജൂറി മെമ്പേഴ്സിനെ ഇനി പരിചയപ്പെടാം. നമ്മുടെ ജൂറി പാനലിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നത് മിസ്റ്റർ ജെയിംസ് ജോസഫിനെയാണ്. Jack365.com എന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടറാണ് അദ്ദേഹം. എഞ്ചിനീയറിംഗ് ജോലിയൊക്കെ ഉപേക്ഷിച്ചാണ് പെട്ടെന്ന് ചക്കയിലേക്ക് ഒരു ട്വിസ്റ്റ് എടുത്തത്, അല്ലേ സാർ? നമ്മൾ തമ്മിൽ അതുകൊണ്ടൊരു ബന്ധമുണ്ട് കേട്ടോ. ഞാൻ ഈ ഫ്ലവേഴ്സ് ചാനലിൽ തന്നെ ചക്കപ്പഴം എന്ന പേരിൽ ഒരു സിറ്റ്കോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് ചക്കപ്പശയിൽ കുറെ വർഷങ്ങളായിട്ട് ഒട്ടി സക്സസിന്റെ കിരീടം ചൂടിയിരിക്കുന്ന ഒരാൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. അപ്പൊ പറയൂ സാർ, എന്തൊക്കെയാണ് ഈ ചക്ക വിശേഷങ്ങൾ? വളരെ കൗതുകമായിട്ട് ഈ വെറുതെ പോകുന്ന ചക്കയ്ക്ക് എന്തെങ്കിലും ഒരു മാർക്കറ്റ് ഉണ്ടാക്കി എടുക്കണ്ടേ എന്നുള്ള ഒരു ഹോബി ആയിട്ട് അല്ലെങ്കിൽ ഒരു പാഷൻ പ്രോജക്റ്റ് ആയിട്ട് തുടങ്ങിയതാണ്. അത് തുടങ്ങി ഒരു വർഷം കൊണ്ട് ഇതിന്റെ നമുക്ക് കാഴ്ചപ്പാടൊന്ന് മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിൽ ഞാനൊരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ചക്ക ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ അവിടെ നിന്നുണ്ടായ മേജർ ടേണിംഗ് പോയിന്റ് 2014 അന്നാണ് ഈ ചക്ക ശരിക്കും എന്നെ പറ്റിപ്പിടിച്ചത്. എനിക്ക് ഡോക്ടർ അബ്ദുൽ കലാമിനെ കാണാനായിട്ടുള്ള ഒരു അവസരമുണ്ടായി ഈ ചക്കയിലൂടെ. അദ്ദേഹമാണ് എൻ്റെ പഠനത്തെ പറ്റി നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരിക്കലും കൈവിടരുത്. അങ്ങനെ കഴിഞ്ഞ 7 വർഷമായി ഈ ചക്കയുടെ പുറകെ ഞാനുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ സാറിന് ഞങ്ങളുടെ ഈ ഒരു ജഡ്ജിംഗ് പാനലിൽ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു അശ്വിനി. അടുത്തതായിട്ട് നമ്മുടെ ജഡ്ജിംഗ് പാനലിലേക്ക് സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് WFB ബേർഡ് ആൻഡ് കമ്പനി എന്ന ഐറിഷ് MNCയുടെ CEO ആയി സേവനമനുഷ്ഠിക്കുന്ന മിസ് സുചിത്ര മേനനാണ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയായ സുചിത്ര മേനനെ നമ്മുടെ സംരംഭകയുടെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദി ഷോ മാം. Thank you and it's lovely to be associated with a program like this. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നാം നമ്മുടെ ജഡ്ജിംഗ് പാനലിലേക്ക് വന്നതിൽ. സോ ഒരുപാട് സ്നേഹത്തോടെ വൺസ് അഗൈൻ വെൽക്കം ടു ദി ഷോ. Thank you. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളൊക്കെ സ്വപ്നം കാണാത്ത ഒരു അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയ ഒരാളാണ് നമ്മുടെ ജഡ്ജിംഗ് പാനലിൽ അടുത്തതായിട്ടുള്ളത് മിസ്റ്റർ സിജോ കുരുവിള ജോർജ്. മൊഫ്മി എന്ന ആദ്യത്തെ സ്റ്റാർട്ടപ്പിന്റെ കോ ഫൗണ്ടറാണ് സിജോ. ഒപ്പം പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ ഒരു ടെക്നോളജി ഇൻക്യുബേറ്റർ എന്ന ആ ഒരു വിഷൻ, അത് സാധ്യമായത് സിജോയുടെ വിഷനിലൂടെയാണ്. അപ്പോൾ സിജോയെ സ്നേഹപൂർവ്വം നമ്മുടെ ഈ ഒരു ജഡ്ജിംഗ് പാനലിലേക്ക്, സംരംഭക എന്ന ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളിയായ സംരംഭകൻ ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി വി ഗാർഡ് എന്ന തന്റെ ബ്രാൻഡുമായിട്ട് മലയാളികളുടെ മുന്നിലേക്ക് എത്തി. അതൊരു വലിയ പ്രസ്ഥാനമായി വളർന്ന് പടർന്ന് പന്തലിച്ച സമയത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഷീല കൊച്ചൗസേപ്പ് ഒരു പുതിയ ആശയവുമായിട്ട് മുന്നിലേക്ക് വരുന്നത്. ഇന്നവിയറിന്റെ ബിസിനസ് ആണ് ഷീല കൊച്ചൗസേപ്പ് മുന്നിലേക്ക് വെച്ച ആശയം. ഇന്ന് കോടികളുടെ വരുമാനമുള്ള അത്ര പ്രമുഖമായ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വി സ്റ്റാർ. അപ്പോൾ ഇത്തരം ആശയങ്ങൾ സമൂഹം എന്തൊക്കെ പറഞ്ഞാലും അതിനൊക്കെ അപ്പുറത്താണ് നമുക്കുള്ള ആഗ്രഹങ്ങൾ, നമുക്ക് എത്തിച്ചേരേണ്ട ഉയരങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഒരു വനിതയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാണ് ഈ ഷോ. വിത്ത് ദാറ്റ് നോട്ട്, സംരംഭകയുടെ ഭാഗമാകാൻ വരുന്ന ഒരു സ്പെഷ്യൽ ജൂറി മെമ്പർ ആരാണെന്ന് അറിയണ്ടേ? നോക്കാം.
ഹെവി ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക് സംരംഭങ്ങളിൽ സ്ത്രീ സാന്നിധ്യം വളരെ വിരളമാണ്. ഇലക്ട്രിക്കൽ നിർമ്മാണ രംഗത്ത് വിജയകരമായി സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച സംരംഭകയാണ് മിസ് ലേഖ ബാലചന്ദ്രൻ. അവരുടെ റെസിടെക് എന്ന സ്ഥാപനം ട്രാൻസ്ഫോമേഴ്സ്, പാനൽ ബോർഡ്സ് എന്നിവ നിർമ്മിച്ച് ബഹുനില കെട്ടിട നിർമ്മാതാക്കൾക്കും PWD പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നൽകുന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ലേഖ ഈ മേഖലയിൽ ബിസിനസ് സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഉത്തമ മാതൃകയാണ്. നമസ്കാരം മാം, നമ്മുടെ ഈ ഷോയിലേക്ക് സ്പെഷ്യൽ ജൂറി മെമ്പറായി വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. സാധാരണ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലും സ്ത്രീകൾ ചെയ്യേണ്ട എന്ന് പറയും ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട്. മെക്കാനിക്കൽ ബാച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവിടെ പുരുഷ ആധിപത്യമാണ് എന്നുള്ളൊരു കാലത്തിൽ നിന്ന് നമ്മൾ അധികം മാറിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് സംരംഭങ്ങൾ ഒരു സ്ത്രീ തുടങ്ങുന്നെന്ന് പറയുമ്പോഴും നമുക്ക് അതുപോലുള്ളൊരു ആശ്ചര്യമുണ്ട്. അപ്പോഴാണ് ഇവിടെ ഒരാൾ ട്രാൻസ്ഫോമേഴ്സ്, പാനൽസ് ഒക്കെ നിർമ്മിച്ച് PWDക്കും അതുപോലെ BSNL ഒക്കെ കൊടുക്കുന്നതല്ലേ. സോ എങ്ങനെയാണ് അങ്ങനെ ഒരു തോട്ടിലേക്ക് വന്നത്? വെരി ബോൾഡ് തോട്ട്. ഞാൻ ആക്ച്വലി എൻ്റെ പ്രൊഫഷൻ തുടങ്ങുന്നത് എൻ്റെ ഹസ്ബൻഡ് സൈലന്റ് പാർട്ട്ണറായിട്ടുള്ള ഒരു കമ്പനിയിലാണ്. ഞാൻ അദ്ദേഹം അതിൽ വർക്ക് ചെയ്തിരുന്നില്ല. അപ്പം ഞാൻ അതിൽ ഓൺ ബിഹാഫ് ഓഫ് ഹിം ജോയിൻ ചെയ്തതാണ്. ബൈ ചാൻസ് അങ്ങനെ വന്നതാണ്. അവിടെ ഞാൻ 5 വർഷത്തോളം വർക്ക് ചെയ്തു. ആഫ്റ്റർ ഗെയിനിങ് എക്സ്പീരിയൻസ് ഇൻ ബിസിനസ് നടത്തേണ്ട എല്ലാ ഫീൽഡിലും എക്സ്പീരിയൻസ് 5 വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്തു. അതിനുശേഷം ഞാനും ഒരു പാർട്ട്ണറും കൂടി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിനുള്ള ഒരു കമ്പനി ലോഞ്ച് ചെയ്യാനുണ്ടായത്. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് 2007 ഞാൻ ആ കമ്പനിയിൽ നിന്ന് മാറി സ്വന്തമായിട്ടുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ഈ സ്പെഷ്യൽ ജൂറി മെമ്പറായിട്ട് മാമിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് ഈസ്റ്റേൺ പ്രസൻസ് SBI സംരംഭക പവർഡ് ബൈ കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് ഇൻ അസോസിയേഷൻ വിത്ത് ബിയോണ്ട് പിങ്ക് ആപ്പ്. ഇന്ന് നമ്മുടെ ഈ വേദിയിലേക്ക് വരാൻ പോകുന്ന 2 കണ്ടസ്റ്റൻസിനെ നമുക്ക് പരിചയപ്പെടാം. ആരൊക്കെയാണ് അവരെന്ന് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. ഹലോ, എൻ്റെ പേര് അന്ന തോമസ്. ഞാൻ വരുന്നത് പാമ്പാടി, കോട്ടയം. ഞാനിവിടെ പഠിക്കുന്നത് സെയിൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ സെക്കൻഡ് ഇയർ BTech സ്റ്റുഡൻ്റ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ഹായ്, ഞാൻ ഐശ്വര്യ രാജു. വീട് കോട്ടയം ജില്ലയിലെ കല്ലറയിലാണ്. അപ്പോൾ ഫസ്റ്റ്ലി എങ്ങനെ ഇതിലോട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു ബേസിക്കലി. കാരണം ഐശ്വര്യ എനിക്കൊരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ട്, നിനക്ക് വരാനായിട്ട് ആഗ്രഹം ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ പിന്നെ ഐഡിയ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പ്രൊജക്റ്റിൻ്റെ ഐഡിയ മനസ്സിലേക്ക് വന്നപ്പോൾ ആദ്യം കോൺടാക്ട് ചെയ്ത ആളായിരുന്നു അന്ന. ഇത് ഭയങ്കര ഒരു യുണീക്നെസ് തോന്നി എനിക്ക് ഇത് കേട്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ശരി, നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗമാകാമെന്നുള്ള രീതിയിൽ ആലോചിച്ചു. അന്നനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ ആൾ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്യാമെന്ന് അന്നയുടെ ആ സംസാരത്തിൽ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ ഐശ്വര്യയെ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി ടെക്നിക്കൽ സ്കിൽസിൽ ഐശ്വര്യയ്ക്ക് അത്യാവശ്യം അറിവുണ്ട്. ഞാൻ വീക്കാന്ന് തോന്നുന്ന ഏരിയാസ് ഐശ്വര്യ കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആണ്, അല്ല അത് ബാലൻസ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. വിമൻ ഓൺടർപ്രണേഴ്സിന് വേണ്ടി ഒരു ഷോ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല. ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം. സംരംഭകയുടെ വേദിയിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് ഈസ്റ്റേൺ പ്രസൻസ് SBI സംരംഭക പവർഡ് ബൈ കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് ഇൻ അസോസിയേഷൻ വിത്ത് ബിയോണ്ട് പിങ്ക് ആപ്പ്. ഇത് ഈസ്റ്റേൺ പ്രസൻസ് SBI സംരംഭക പവർഡ് ബൈ കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് ഇൻ അസോസിയേഷൻ വിത്ത് ബിയോണ്ട് പിങ്ക് ആപ്പ്. സംരംഭകയുടെ ഈ വേദിയിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം അന്ന ആൻഡ് ഐശ്വര്യ. അപ്പൊ ഇവർ
ഇവരാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്യാൻ പോകുന്ന 2 മിടുക്കി കുട്ടികൾ. ചൂണ്ടുചേരലല്ലേ പഠിക്കുന്നത്? അതെ. ആ, എനിക്കറിയാം, എന്റെ നാട് എവിടെയാ. അതിന്റെ കാണാനുണ്ട്. ഭയങ്കര സംഭവമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും 2 പോളി പെമ്പിള്ളേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാം. ക്ലോസ് ഫ്രണ്ട്സ് ആണോ അതോ ഞങ്ങളുടെ സിറ്റുവേഷനും അല്ല. ബേസിക്കലി ആദ്യം ഐശ്വര്യ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആൾക്ക് ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കൽ സ്കിൽസ് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഐശ്വര്യ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് ചെല്ലുന്നതിന് മുൻപോ ചാടയായിരിക്കും, അറിവുണ്ടല്ലോ അത്യാവശ്യം. ഇപ്പൊ നമുക്കൊക്കെ ഒന്നും അറിയത്തില്ല, നമ്മൾ ബിഗിനേഴ്സ് അല്ലേ. അപ്പൊ പിന്നെ അറിയത്തില്ലായിരിക്കും. അപ്പൊ സംസാരിച്ചങ്ങ് തുടങ്ങിയപ്പോൾ ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ പിന്നെ കൊള്ളാലോ എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയ ഒരു സംഭാഷണമായിരുന്നു. അതാണ് ഇങ്ങനെ മുന്നോട്ട് പോയി. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു ബോണ്ടിങ്ങിലോട്ട് പോയത് അതായിരുന്നു ബേസിക്കലി. പിന്നെ അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് മനസ്സിലായി അന്നയ്ക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. ആൾക്കാർ പിടിച്ചു നിർത്താൻ അവളുടെ വാക്കുകൾ കൊണ്ട് സാധിക്കും. അങ്ങനെയാണ് ഞങ്ങൾക്കിടയിൽ നല്ലൊരു സ്ട്രോങ് ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായത്. വെരി ഗുഡ്. അപ്പൊ ഈ സ്ട്രോങ് ടീമിന് നമ്മൾ ചെറിയൊരു ടാസ്ക് തരാം കേട്ടോ. ഒരു ടാസ്ക് ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ കാണാൻ പോവാണ്. പക്ഷെ നമ്മള് ഇവിടെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് തരാം. ഇവിടെയോ? ഓക്കെ, ആ ടാസ്ക് ഒന്ന് കൊണ്ട് തരുമോ? വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകള് നമ്മുടെ നാട്ടിൽ ട്രാവൽ ചെയ്യുമ്പം ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ഇല്ല എന്നുള്ളത്. പലപ്പോഴും ജെൻസ് ഫേസ് ചെയ്യാത്തൊരു പ്രശ്നമാണത്, അല്ലെ? അപ്പൊ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഈ അടുത്ത കാലത്തായിട്ട് പുറത്തിറങ്ങിയ ഒരു സംഭവമാണ് ഇത്. നമ്മൾ ഇതിന് പേരിട്ടിരിക്കുന്നത്, ഇതിപ്പോ നമ്മളായിട്ട് ഇവിടെ ഉണ്ടാക്കിയൊരു പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഈ പ്രോഡക്റ്റ് നൗ ദിസ് ഇസ് വെരി കോമൺ, അല്ലേ? നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. നമ്മൾ ഇതിന് പേരിട്ടിരിക്കുന്നത് കംഫി പീ എന്നാണ്. ഇത് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്നത് സ്ത്രീകൾക്കാണ്. ഇവിടെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരും ഉണ്ട്, അല്ലേ? എന്ത് ചെയ്താലും വേണ്ടില്ല, യു ഹാവ് ടു സെൽ ദിസ്. ഓക്കെ, ഫൈൻ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ഇപ്പൊ അശ്വതി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പം സ്ത്രീകൾ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് പൊതുവെ വാഷ്റൂം വൃത്തിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് എന്തായിരിക്കും? പോകത്തില്ല, നമ്മൾ നമ്മുടെ യൂറിൻ കൺട്രോൾ ചെയ്ത് വെക്കും, അല്ലേ? അപ്പോൾ അതിന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സൊല്യൂഷനാണ് കംഫി പീ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആക്ച്വലി ഈ ഒരു സ്പോട്ട് നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് നിന്നുകൊണ്ട് യൂറിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം വി ആർ ഓൾ ഓൺട്രപ്രനേഴ്സ്, റൈറ്റ്? അപ്പം നമുക്കറിയാം, നമ്മൾ ഒരുപാട്, ഇപ്പം നമ്മളെന്നല്ല, നിങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പം ഇതിൻ്റെ ആവശ്യം വരും, അല്ലേ? അപ്പം ഇതിൻ്റെ ആവശ്യം വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പയ്യെ പോവാം. ഓക്കെ, ഹലോ മാം. മാം ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ? അതെ. സോ എങ്ങനെയാണ് പബ്ലിക് ടോയ്ലറ്റ്സിൽ മാം യൂസ് ചെയ്യാറുണ്ട്? ലൈക്ക് എങ്ങനെയാണ് അവിടുത്തെ ഹൈജീൻ കണ്ടീഷൻസ് ഒക്കെ? ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, ഹൈജീനിക് അല്ലാത്തപ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പം ബേസിക്കലി ദർ ആർ പ്രോഡക്റ്റ് കംസ് ടു പ്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനമാണ്, മാമിന് കാണാവുന്നതാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ യൂറിനേറ്റ്, നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് യൂറിനേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതൊരു ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇതൊരു കയ്യിൽ ബാഗിനകത്ത് വെക്കാനുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്നാലോ നമ്മൾ എന്താ സേവ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ തന്നെയാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരം തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യുന്നു, അല്ലേ? നമ്മളിപ്പോൾ ഇതുപോലെ നിൽക്കാനായിട്ട് നമ്മുടെ ശരീരം ഒരുപാട് സഹായിക്കുന്നില്ലേ? അപ്പോൾ ആ ശരീരത്തിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു റിട്ടേൺ ഗിഫ്റ്റ് എന്ന പോലെ ഈ പ്രോഡക്റ്റ് മാം കൺസിഡർ ചെയ്യണം, മേടിക്കണം. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കുറച്ച് കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്, കാർഡ്ബോർഡ് പീസാണ് ഇത് സംഭവം. ഇതാണ് സംഭവം. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. സോ ദർ ഇസ് നോ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ദാറ്റ്. പിന്നെ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഇടയിലൂടെ പോകരുതല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ ബേസ് ചെയ്താണ് നമ്മൾ ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട്. ലീക്ക് പ്രൂഫ് ആണ്. അതെ. സോ മാം, സോ ആർ യു ഇൻട്രസ്റ്റഡ്? ഞാൻ എടുക്കാം. ഓ, താങ്ക് യു സോ മച്ച് മാം. മാം 25 റുപ്പീസ് ആണ്. ഷുവർ? താങ്ക് യു സോ മച്ച് മാം. നമ്മൾ നേരത്തെ അശ്വതി ചേച്ചി പറഞ്ഞ പോലെ തന്നെ ജഡ്ജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടാണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളിപ്പോൾ എല്ലാം കേട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളിത് പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതൊരു സപ്പോർട്ടാണ്. ഞാൻ പർച്ചേസ് ചെയ്യാം. എനിക്ക് വലിയ സെല്ലിംഗ്, ഞാൻ അവിടെ സെല്ലിംഗ് കണ്ടു ഓൾറെഡി. അപ്പം ഞാൻ റെഡിയാണ്. പക്ഷെ അതിനേക്കാൾ ഇവിടെ 2 പേര് ഇരിക്കുന്നുണ്ട്, അവർക്ക് അല്ല, അതെന്നാന്നറിയോ? ഇപ്പം ഇവരെന്ന് പറയുന്നത്, സോ സർ ബോത്ത് ഓഫ് യു ആർ യു മാരീഡ്? നോ, സോ സർ യു ആർ മാരീഡ്. അപ്പം സാറിന് അമ്മയുണ്ടല്ലോ, അല്ലേ? അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റ് അല്ലേ ഇത്? തീർച്ചയായും, അല്ലേ? കാരണം നമ്മൾ അവരുടെ ഹെൽത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ കെയറും കൺസേണോട് കൂടി നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണല്ലോ അമ്മ. ഭാര്യ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അതുപോലെ നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഭാര്യയ്ക്കും അമ്മയ്ക്കും മേടിച്ചു കൊടുക്കുമ്പോൾ പുണ്യം കിട്ടും, പുണ്യം. ഐ ലൈക്ക് ഇറ്റ്. നീഡ് ബേസ്ഡ് ആണ്, ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിനെ കൺവേർട്ട് ചെയ്തു. വളരെ നല്ല ആംഗിളാണത്. താങ്ക് യു സർ. ബൈ വൺ. യോ, താങ്ക് യു സോ മച്ച് സർ. മാം, you have more. യെസ് മാം. മാം, അതാണ് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ മേടിക്കും എന്നുള്ള, ഞങ്ങൾക്ക് നിങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്. താങ്ക് യു. അപ്പം സർ മാത്രം ബാക്കിയുള്ളൂ. I'll take 3.
one for my mother, one for my sister, and one for my niece. Subscription ആയിട്ട് ഷിപ്പ് ചെയ്താലും മതി if you don't have products ആയിട്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അശ്വതി ചേച്ചി, നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്ന വ്യക്തികളല്ലേ? തന്നോ, വലിയ ഉപകാരം. ഇനി ബാക്കി ഡയലോഗ് കൂടെ കേൾക്കണല്ലോ. വലിയ ഉപകാരം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവരുടെ ആ ഒരു എന്താണ് മാർക്കറ്റിംഗ് സ്കില്ല് നമ്മൾ ലൈവായിട്ട് കണ്ടു. നമ്മുടെ 4 ജഡ്ജസിനെ കൊണ്ടും പ്രോഡക്ട്സ് മേടിപ്പിച്ച അല്ലെങ്കിൽ ഓർഡർ ചെയ്യിപ്പിച്ച കണ്ടസ്റ്റൻസ് ചിലപ്പോൾ റെയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാം ഇതിനെയും കവച്ച് വെക്കുന്ന കണ്ടസ്റ്റൻസ് വരുമോ എന്നുള്ളത്, അല്ലേ? അപ്പൊ എന്തായാലും ഇതുവരെ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. റയർ പീസ് ആട്ടോ ഞങ്ങള്. മനസ്സിലായി വരുന്നുണ്ട്. അവർ റയർ പീസസ് ആണെന്ന് അവർ തന്നെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. സർ എന്ത് പറയുന്നു ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സ്കില്ലിനെ കുറിച്ച്? വെരി ക്രിയേറ്റീവ്. അതാണ് അവർക്ക് ക്വിക്ക് തിങ്കിങ്. അതായത് അവിടെ നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് ആദ്യം അവരോട് വന്നത് മെയിൽ ജഡ്ജസിന് സെല് ചെയ്യാൻ വേണ്ടി അല്ലായിരുന്നു. ഓക്കെ, ഇവിടെ വെച്ച് മെയിൽ ജഡ്ജസ് എന്തുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അവർക്കത് ടേൺ ചെയ്യാൻ പറ്റി. അതാണ് ഇത് എലവേറ്റർ പിച്ച് എന്ന് പറയും. നമുക്ക് പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഐഡിയ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. സോ എക്സ്ട്രീംലി സ്മാർട്ട്. താങ്ക് യു സോ മച്ച്. ഷെയർ ദ വ്യൂ. ഞാൻ ഇവരെ കൊണ്ട് വാങ്ങിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബട്ട് വിത്തിൻ എ ഫ്യൂ സെക്കൻഡ്സ്, വിത്തിൻ എ മാറ്റർ ഓഫ് സെക്കൻഡ്സ് അത് പിച്ച് മാറ്റി എല്ലാവരും സെല് ചെയ്തു. നമ്മളിനി നെയ്ബേഴ്സിനും എല്ലാവർക്കും വാങ്ങിക്കുന്നവരെ എത്തിത്തുടങ്ങി. ബട്ട് ഇറ്റ് വാസ് എക്സലൻറ്റ്, വെരി നൈസ്, ക്വിക്ക് തിങ്കിങ്. പെട്ടെന്ന് ഒരു ഈസി പ്രോഡക്റ്റ് ഒന്നുമല്ല ഇതിനെപ്പറ്റി ഒരു സ്റ്റേജിൽ വന്ന് സംസാരിക്കാനും. അതെ, ഒരു വിഷമവും ഇല്ലാണ്ട് യു ടുക്ക് ഇറ്റ് ആസ് യുവർ പ്രോഡക്റ്റ് ആൻഡ് സ്റ്റാർട്ടഡ് സെല്ലിങ് ഇറ്റ്. വളരെ വളരെ ഇംപ്രസീവ്. താങ്ക് യു. താങ്ക് യു മാം. സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന സെല്ലിംഗ് അല്ലെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാടാണ്, ഇമേജാണ് ടിപ്പിക്കലി മനസ്സിൽ വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നല്ല സ്കില്ലുള്ള സെയിൽസ്മാൻ അല്ലെങ്കിൽ നല്ല സ്കില്ലുള്ള മാർക്കറ്റിംഗ് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വഴി നമ്മുടെ മനസ്സിലൊരു മെൻ്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓപ്പൺ ചെയ്ത് ആ സ്റ്റേറ്റ്മെൻറ്റ് മാഡത്തിനടുത്ത് ഓപ്പൺ ചെയ്തത്, മാഡത്തിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോ, ഇങ്ങനൊരു നീഡ് മാഡത്തിനുണ്ടോ, ഞങ്ങളോട് സംസാരിച്ചപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾക്ക്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ ഒരു നീഡുണ്ട്. ആ ഒരു ഇമേജറി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ഒരു എക്സെപ്ഷണൽ സെയിൽസ് സ്കില്ലിൻ്റെ ഒരു സിഗ്നലാണ്. ഈ ഒരു രീതിയിൽ ഈ ഒരു പ്രായത്തിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ വളരെ അപൂർവമായിട്ട് കണ്ടുള്ളൂ. ഐ തിങ്ക് ഇറ്റ് കംസ് നാച്ചുറലി ടു ബോത്ത് ഓഫ് യു. എക്സലന്റ് ജോബ്. താങ്ക് യു. ഇവരെ കൊണ്ടുപോയി എണ്ണ വിൽക്കാൻ വെച്ചാലും അവർ വിൽക്കുമല്ലേ? അശ്വതിക്ക് എന്നെ പണി കിട്ടിയല്ലോ. കൺഗ്രാറ്റുലേഷൻസ്, വളരെ നന്നായി ചെയ്തു അത്. താങ്ക് യു. ഇത് ഈസ്റ്റേൺ പ്രസൻസ് SBI സംരംഭക പവർഡ് ബൈ കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് ഇൻ അസോസിയേഷൻ വിത്ത് ബിയോണ്ട് പിങ്ക് ആപ്പ്. യെസ്, അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ചെയ്ത റിയൽ ടാസ്ക് എന്താണെന്നുള്ളതും കൂടെ നമുക്ക് കാണാൻ ഭയങ്കര ആകാംക്ഷയായി. അതെങ്ങനെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെ, നമുക്കപ്പോൾ ഇനി അത് കാണാം. ₹10 കച്ചവടം ചെയ്യണം, ആൾക്കാരുടെ പുറം കാശ് മേടിക്കണം. ഞങ്ങളെ പഠിപ്പിച്ചു തരുമോ? പഠിച്ചു തരാം. കോണൊക്കെ ഉണ്ടാക്കണ്ട എങ്ങനെ പഠിപ്പിച്ചു തരും? ഒരു സലൂട്ടേപ്പ് ഉണ്ടായിരുന്ന കലക്കിയ. എത്ര നേരം വരെ ചേട്ടൻ ഇവിടെ വിൽക്കുന്നത്? ഞാൻ ഇവിടെ ഒരു നൈറ്റ് 10 വരയ്ക്കും കച്ചവടം ചെയ്യും. ഒരു ദിവസം എത്ര ആൾക്കാർ വരും? 200 ആൾക്കാർ വരും. നമുക്ക് തുടങ്ങാം. ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് ഈ കടല എന്ന് പറയുന്നത്. അപ്പോൾ കടല കച്ചവടമാണ് ഇന്ന് നമ്മളുടെ കണ്ടസ്റ്റൻസിന് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അവരവിടെ തകൃതിയായിട്ട് അവരുടെ മെൻറ്റർ അവരോട് ഇങ്ങനെ ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി ബാക്കി അവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ഹലോ അന്നമ്മ. ഹലോ. ഹായ് ഐശ്വര്യ. ഹായ്. ആൻഡ് ഹലോ ചേട്ടാ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? മുരുകൻ. അപ്പോൾ ഈ ടാസ്കിനെ കുറിച്ച് കേട്ടപ്പം എന്തായിരുന്നു ആ ഒരു? എനിക്ക് ഭയങ്കര ആഗ്രഹം സാധനം നോക്കുന്നത്. ലൈക്ക് ഞാൻ ദുബായിൽ ജനിച്ചു വളർന്നത്. അപ്പം എനിക്ക് ഇങ്ങനത്തെ കാണാൻ ഭയങ്കര കൗതുകം. അമ്മ അന്നേ പറഞ്ഞതാ നീ പോക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നുള്ളത്. നിങ്ങളുടെ കണ്ടീഷൻസ് ഒക്കെ എന്താണെന്ന് അറിയോ ഈ റൗണ്ടിന്റെ? നമുക്ക് ₹100 തരും. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും? ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ട്. അതായത് ഒരു പാക്കറ്റ് മേടിക്കുമ്പോൾ ഒരു ചോക്ലേറ്റ് ഫ്രീ. ആഹാ, അത് കൊള്ളാമല്ലോ.
ഏകദേശം ഒരു കണക്കുണ്ട് എത്രയാ സെല് ചെയ്യാൻ പറ്റും എന്നുള്ള? 50+ എന്തായിരുന്നാലും അപ്പോൾ ഐശ്വര്യമായിട്ട് ഞാനൊരു സംഭവം നിങ്ങളെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. സോ ഇതൊരു ബിൽ ബുക്കാണ്. അപ്പോൾ ഈ ബിൽ ബുക്ക് നിറയെ ബില്ല് എഴുതി നിങ്ങൾ ലാസ്റ്റ് ഈ 4 മണിക്കൂർ കഴിയുമ്പോൾ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗേൾസ്. അടിപൊളിയാകുമ്പോൾ ഇതെന്നാന്നറിയോ, ഇവിടെ ഹാൻഡിൽ ചൂടല്ലേ, നമുക്ക് പിടിക്കാതെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് തകർക്കുന്നൊന്നുമില്ല, എന്നാലൊരു സുഖം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൈ സഹായം. ഞാനൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പകുതി താഴെ എന്നെ കൊണ്ട് കോൺ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ നോക്ക്, നല്ലൊരു കോൺ. കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണ്. ഓ വേണം ചേട്ടാ കപ്പലണ്ടി. അയ്യോ അങ്ങനെ ഒന്ന് നോക്കാതെ ചേട്ടാ, ഒരെണ്ണം എടുത്തിട്ട് പോ. കപ്പലണ്ടി വേണോ ചേച്ചി? കപ്പലണ്ടി എടുക്കട്ടെ? ഒരെണ്ണം 10 രൂപയുള്ളൂ ചേട്ടാ. കപ്പലണ്ടി വേണോ? കപ്പലണ്ടി 10 രൂപ. 10 രൂപ. താങ്ക് യു. ഇത് ശരിയാണ്, ഇത് വേറെ നേരത്തെ എടുത്ത പേപ്പർ മണ്ണില് അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കഴിച്ചു, ഒരു കുഴപ്പമില്ല. മാറ്റി കൊടുക്കാലോ മാറ്റിയൊന്നും വേണ്ട, ഞാൻ നിർത്തിക്കോ. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറയാൻ ഇങ്ങനെ ഈ പെണ്ണുങ്ങൾ വന്നിട്ട് ഒരു ഉപ്പിന് കാരം മാറിയിട്ടുണ്ട് നമ്മളെ വായൊക്കെ പുള്ളി പറഞ്ഞ ഇടങ്ങേറാണ്. നിങ്ങളെ പോലെ നമ്മള് ഞാനിത് കംപ്ലൈന്റ് ചെയ്ത് ഇവിടെ തന്നെ ഇയാളുടെ കൂടി കച്ചവടം പോകും. ഒന്നെങ്കിൽ ചേട്ടൻ വേറെ ബക്കറ്റ് കഴിച്ചു, അല്ലെങ്കിൽ ചേട്ടന്റെ പൈസ തിരിച്ചു തരാം. കാരണം നമ്മൾ തമ്മിലുള്ളതല്ല ചേട്ടാ. പൈസ എന്നിട്ടുള്ള കാര്യം എന്റെ വയറ് ചെയ്തേക്ക് ഞാൻ കൊടല് ക്ലീൻ ചെയ്യാനുള്ള കാശ്. ഈ ഒരു സാധനം കഴിച്ചിട്ടാണോ ചേട്ടന്റെ വയറ് കേടാ? വേറെ എന്തോരം കെമിക്കൽ അടങ്ങുന്ന ഫുഡ് ചേട്ടൻ കഴിക്കണുണ്ടോ? പറഞ്ഞു വിട്ടോളതോടെ എടാ എന്നായിരുന്നു ചേട്ടൻ വന്ന് പറഞ്ഞല്ലോ ആ കാര്യം. എടാ കപ്പലണ്ടി എടുക്കട്ടെ? 10 രൂപ. 10 രൂപയ്ക്ക് കപ്പലണ്ടി എടുക്കുന്നോ ചേട്ടാ? കപ്പലണ്ടി 10 രൂപ. 20 ആണോ? രണ്ടെണ്ണം ചേട്ടാ. ഒരു കപ്പലണ്ടി മേടിക്കുന്നോ ചേട്ടാ? 10 രൂപ എടുക്കുന്നോ? കപ്പലണ്ടി എടുക്കട്ടെ? 10 രൂപയേ ഉള്ളൂ, എടുക്ക്. നിങ്ങൾ പെൺപിള്ളേരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നാലോ? താങ്ക് യു. 10 രൂപ. ചേട്ടാ ഒരു കപ്പലണ്ടി എടുക്കട്ടെ? കപ്പലണ്ടി ചേച്ചി 10 രൂപ. ചേട്ടാ 10 രൂപയേ ഉള്ളൂ. 130. ഓക്കെ കുട്ടീസ്, ടാസ്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആ ദീർഘശ്വാസം ഒന്ന് വിട്ടോളൂ. ഐശ്വര്യ കൈ വേദന എടുക്കുന്നുണ്ടോ? കൈയൊക്കെ ഒരു അവസ്ഥയായി തോന്നുന്നുണ്ടല്ലേ? നല്ല പോലെ. ഓക്കെ, സോ എങ്ങനെയുണ്ടായിരുന്നു ഓൾ ഓവർ നല്ല എക്സ്പീരിയൻസ്? കുറച്ചുകൂടെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഒരു 150+ ഇപ്പൊ എത്ര വരെ എത്തി നിൽക്കുന്നുണ്ട്? 137. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു കസ്റ്റമേഴ്സ്? ഐ മീൻ കുറെ പേര് വന്നു പോയല്ലോ, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുള്ളവർ വന്നോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായോ? കുറച്ച് പേര്. ആരെങ്കിലും വഴക്കൊക്കെ പറഞ്ഞു, ചീത്തയൊക്കെ പറഞ്ഞു? ഇല്ല, അങ്ങനെയല്ല. ലൈക് പൈസ തരാനായിട്ട് മടിച്ചു. 10 രൂപ തരാൻ മടിച്ചു. ലൈക് കടല കഴിച്ചു, പക്ഷെ എന്നിട്ട് 10 രൂപ തരുന്നില്ല. നിങ്ങളൊരു കോൺടെസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല? നിങ്ങൾക്ക് ടാർഗറ്റ് റീച്ച് ആകുന്നു എന്നുള്ളത് കണ്ടോണ്ടാണോ? പേഷ്യൻസ് ഇല്ല ആൾക്കാർക്ക് അത്ര നേരം നിൽക്കാനായിട്ടുള്ളത്. കേൾക്കാൻ വേണ്ട വേണ്ടെന്ന് നേരെ പോകുന്നവരുണ്ട്. അവര് നമ്മളെ വട്ടം ചുറ്റി നിർത്തിയിട്ടാണ് അതെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കോൺടെസ്റ്റോട് ഇതിപ്പോ കിട്ടിയ കച്ചവടം കൂടെ ആ ഒരു ടൈം ഓക്കെ ആ ഒരു ടൈം ഇമ്പോർട്ടന്റ്. ഹൗ യു ഫീൽ? ഈ ഒരു ടാസ്ക് കഴിഞ്ഞപ്പം എന്ത് തോന്നുന്നു? എക്സൈറ്റിംഗ്, അടുത്ത ടാസ്കിന് വേണ്ടിയിട്ട്. എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനമാണല്ലോ ഇത്. അപ്പം ടോട്ടൽ എത്ര സെയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്? 139. ഇതാണല്ലോ നിങ്ങളുടെ ബിൽ ബുക്ക്. എടുത്തോട്ടെ. നിങ്ങളുടെ മെന്റർ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ഇനി വെയിറ്റ് ചെയ്യാം, സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയേ കണ്ടറിയാം. അപ്പോൾ താങ്ക് യു. അങ്ങനെ കടല കച്ചവടത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചിട്ട് രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണോ? ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു വിൽപ്പന നടത്തേണ്ടി വന്നത്. സോ അത് വളരെ എന്താ പറയാ, ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്തൊരു സിറ്റുവേഷൻ ആയിരുന്നു.
ബേസിക്കലി ഇപ്പോൾ ഈ ഇത്ര സമയം കൊണ്ട് ചെയ്തത് പോലെ ഇതൊരു മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞങ്ങളുടെ എല്ലാ രീതിയിലുള്ള ഞങ്ങളുടെ ടെക്നിക്കുകളും എല്ലാവർക്കും മനസ്സിലായതിനെ ആ സമയം കൊണ്ട്. നല്ല രസമായിരുന്നു മൊത്തത്തിൽ. ആണോ? ഞങ്ങളുടെ എല്ലാ ടെക്നിക്സും ഇവിടെ കാണിക്കാത്തതിൽ വിഷമം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ജെയിംസ് സർ, മെന്ററടുത്ത് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ സാധിച്ചു? എങ്ങനെയാണ് കടല വറുക്കേണ്ട ആ സിറ്റുവേഷൻ വരെ കൊണ്ടെത്തിക്കുന്നത്, ലൈക്ക് അവരുടെ ഓരോ പ്രോസസ്സ് നമുക്ക് മനസ്സിലായി. ഇപ്പം ഒരു കടക്കാരൻ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരാൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് മിണ്ടാതിരുന്നത് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള രീതി. പുള്ളിക്കാരൻ ഭയങ്കര സൈലന്റ് ആണ്. എന്ന് വെച്ചാൽ പുള്ളി ബിസിനസ്സും ചെയ്യുന്നുണ്ട്, എന്നാൽ അതപ്പം അങ്ങനെ കുറച്ച് വാല്യൂസും നമുക്ക് കിട്ടാനായിട്ട് സാധിച്ചു. അല്ലാതെ തിയറി മാത്രമല്ല, കുറെ കാര്യങ്ങളൊക്കെ അല്ലാതെ നമുക്ക് കിട്ടി. ബിസിനസ്സിൽ നമുക്ക് പഠിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ അവരിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണത്. എത്ര പറ്റൂ? 140. വാവ്, എക്സലന്റ്. മീൻ നിങ്ങളുടെ സ്പിരിറ്റും അതുപോലെ നിങ്ങൾ അദ്ദേഹം സാധാരണ വിൽക്കുന്നു നിങ്ങൾ വിൽക്കുന്നു തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തായിരുന്നു? അത് ഞങ്ങൾ വിൽക്കുന്നത് തന്നെ വലിയൊരു വ്യത്യാസമല്ലേ? അതല്ല സർ, ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ പുള്ളി അവിടെ നിന്ന് കൊട്ടി ആൾക്കാരെ പറയും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ പുറകെ പോയി ഓട്ടോയൊക്കെ ഞങ്ങൾ കൈ കാണിച്ച് നിർത്തിയ ഓട്ടോക്കാരൻ ചേട്ടനെ കൊണ്ട്, അകത്തിരിക്കുന്ന ചേട്ടനെ കൊണ്ട് എല്ലാവരെ കൊണ്ടും മേടിപ്പിച്ചിട്ടുണ്ട്. കയ്യാലപ്പുറത്തിരിക്കുന്നവരെ നമ്മൾ പോയി അങ്ങോട്ട് പോയി കണ്ടുപിടിക്കണം. അതാണ് നിങ്ങൾ ചെയ്തത്. എക്സലന്റ് വർക്ക്. ഇനി സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ അതിൽ ആകെ കൂടി എനിക്ക് പറയാനുള്ള പോയിന്റ്, ബാക്കി ഒന്നിലും യു ഡൺ എ വണ്ടർഫുൾ ജോബ്. പ്രശ്നമുണ്ടാക്കി കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്തത് മാം ബേസിക്കലി ആ വ്യക്തി വന്ന് പറഞ്ഞത് കാര്യം കൂടുതലാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കാര്യം എന്താന്ന് കേട്ടിട്ട് പിടി കിട്ടിയില്ല. കാര്യം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഉപ്പാണോ ഇനിയിപ്പം മണ്ണുണ്ടായിരുന്നെന്നാണോ അതിനകത്ത്? ഞങ്ങൾക്ക് കാര്യം അങ്ങോട്ട് പിടി കിട്ടിയില്ല. അപ്പൊ പിന്നെ ഞങ്ങളാണെങ്കിൽ അപ്പൊ പുള്ളിക്കാരനെ ന്യൂട്രലൈസ് ചെയ്ത് വിടാന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇത്. പുള്ളിക്കാരനോട് ചോദിച്ചു കാരോ ഞങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ. പക്ഷെ ആ പുള്ളിക്കാരൻ അതങ്ങ് തുറന്നു പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സെയിൽസ് നിർത്താതിരിക്കാൻ വേണ്ടി ആ ഒരു കസ്റ്റമറിനെ അവിടുന്ന് ക്ലിയർ ചെയ്യണം. നമ്മളത് ഡീൽ ചെയ്യുമ്പം കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യണമെന്ന് മാത്രം. അതർവൈസ് യുവർ ടാലൻസ് ആർ എക്സെപ്ഷണൽ, ബോത്ത് ഓഫ് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങളുടെ ഫീഡ്ബാക്കിനകത്ത് ബാക്കി സുചിത്രയും ജെയിംസും പറഞ്ഞ പോലെ പെർഫോമൻസ് വളരെ എക്സെപ്ഷണൽ ആയിരുന്നു. ബോത്ത് ഓഫ് യു വർ ഹാവിങ് എ ലോട്ട് ഓഫ് ഫൺ. ഒരു സജഷനായിട്ട് പറയുകയാണെങ്കിൽ സുചിത്ര പറഞ്ഞത് ബിൽഡ് ചെയ്യുകയാണ്. നമ്മുടെ കല്യാണരാമനിൽ ഒരു സീനുണ്ട്. ചോറിട്ടിട്ട് അവസാനം ഒന്ന് ശാന്തമാക്കി കഴിഞ്ഞതിന് ശേഷം നിനക്ക് ചോറ് വേണമെന്ന് ചോദിക്കുന്നു. ഓൾമോസ്റ്റ് അതുപോലെയായിരുന്നു അന്നയും ഐശ്വര്യയും തമ്മിലുള്ള ആ ഒരു, അന്നെ ഒന്ന് കാമാക്കി വന്നപ്പോഴേക്കും ഐശ്വര്യ നിനക്ക് ചോറ് വേണ്ടെന്ന് ചോദിക്കുന്ന പോലെ. താങ്ക് യു. ഐ ഹാഡ് ഫൺ എൻജോയിങ് യുവർ പെർഫോമൻസ്. താങ്ക് യു സർ. സ്ത്രീകൾ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരാൻ മടിക്കുന്ന ഒരു കാര്യം, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സ്ത്രീകൾക്ക് പലപ്പോഴും കുറച്ച് മടിയുണ്ട്. അവർക്കൊരു മോട്ടിവേഷൻ കിട്ടണം. അതെപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ നിങ്ങളുടെ നിന്ന് മോട്ടിവേറ്റഡ് ആവണം എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അത്രയും ഹൈ സ്പിരിറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ആ പ്രസൻറ്റേഷനും ദ വേ നിങ്ങളുടെ ടാർഗറ്റിലും മോർ അച്ചീവ് ചെയ്തു അല്ലേ? അതെ. പക്ഷേ ബാക്കി ജഡ്ജസ് എല്ലാം പറഞ്ഞ മാതിരി കസ്റ്റമർ കെയർ, കസ്റ്റമർ റിലേഷൻ ആ ഒരു പർട്ടിക്കുലർ കേസിൽ വളരെ ബെറ്റർ ആക്കുക. പിന്നെ നിങ്ങൾ കസ്റ്റമറിലേക്ക് ചെല്ലുകയാണ് ചെയ്തത് അല്ലേ? അതാണ് മോർ സെയിൽ ഉണ്ടാക്കാൻ പറ്റിയത്. ആ നോർമൽ വേ ഓഫ് സെല്ലിങ്ങിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിച്ചെന്നു. ഓൾ ദ വിഷസ് ആൻഡ് ഫോർ യുവർ ഓണ്ടർപ്രണർ ജേർണി. താങ്ക് യു. താങ്ക് യു മാം. അപ്പോൾ നിങ്ങളുടെ സ്കോർസ് എന്താണെന്ന് ജഡ്ജസിനോട് നമുക്ക് ചോദിക്കാം അല്ലേ? സുചിത്ര മാം ഫുള്ള് മാർക്ക് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ആദ്യത്തെ കസ്റ്റമർ ആയിരുന്നു അല്ലേ ഇവിടെ വന്നിട്ട്? ഓക്കെ, അപ്പോൾ എന്തായാലും ജഡ്ജസ് തന്നിട്ടുള്ള സ്കോർ അറിഞ്ഞു. ഇനി നമ്മുടെ മെന്റർ, നമ്മുടെ കപ്പലണ്ടി കരൺ ചേട്ടൻ എന്താ തരാൻ പോകുന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഓക്കെ, അപ്പൊ മുരുകൻ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. വിളിച്ചോ? കുഴപ്പമില്ല. നോർമലി ഒരു ആവറേജ് എത്രയാ ചെയ്യാറ് പൊതുവെ? പൊതുവായിട്ട് ഒരു 10-200 പൊതി പോകും. 200 ചെയ്യാറുണ്ട്. കോടീശ്വരനാണല്ലോ. അപ്പൊ ഇന്ന് എത്ര ഉണ്ടായിരുന്നു ഏകദേശം? ഈ കുട്ടികളൊക്കെ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കച്ചവടം തുടങ്ങാനുള്ള ഒരു ഇതുണ്ട്. തുടങ്ങിയപ്പോൾ ഉള്ള ഒരു ട്രബിൾ ഉണ്ടായിരുന്നു, പിന്നെ അവര് റെഡിയാക്കി. അപ്പോ ഒരു ചെറിയ കാര്യം ചോദിക്കാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഒരു ചെറിയ മാർക്കിംഗ് സിസ്റ്റം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് 5
5-ല് ചേട്ടൻ കണ്ടത് വെച്ചിട്ട് ഇവരുടെ മൊത്തം പെർഫോമൻസിന് എത്ര മാർക്ക് കൊടുക്കും? ഒരു 3 മാർക്ക് കൊടുക്കാം 5-ല്. 3.5 മാർക്ക് കൊടുക്കും അല്ലെ, 2 പേർക്ക് കൂടി. അപ്പൊ എന്താണേലും നമ്മളുടെ അന്നയ്ക്കും ഐശ്വര്യയ്ക്കും മുരുകൻ ചേട്ടൻ ഈ റൗണ്ടിൽ കൊടുക്കുന്ന മാർക്ക് 3.5 ആണ് ഔട്ട് ഓഫ് 5. യെസ്, അപ്പൊ നമ്മുടെ മെന്റർ കൊടുത്തിരിക്കുന്ന പോയിന്റ് 3.5. ആൾക്കൊരു ഇച്ചിരി പിശുക്കൊണ്ടായിരുന്നു അല്ലേ? അത് കാരണം വെച്ചാൽ പുള്ളി പറയുന്ന തമിഴ് നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ പറയുന്ന മലയാളം പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ഗ്യാപ്പിന്റെ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ഗേൾസ്. സോ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 20.5 ആണ്. അപ്പോൾ 20-ല് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പ്ലാറ്റിനം ആണ്. ആഗ്രഹങ്ങൾ എത്ര വലുതായാലും തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കണ്ടസ്റ്റൻസിനെ നമ്മൾ വഴിയോര കച്ചവടത്തിനായിട്ട് ആദ്യത്തെ റൗണ്ടിൽ വിട്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഷോവിന്റെ സ്ട്രക്ചർ കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അവർക്ക് ചെറിയൊരു ക്യാപിറ്റൽ കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ ഇത്തരം കച്ചവടങ്ങൾക്കായി പറഞ്ഞു വിടുന്നു. അവരതിന്റെ റിസൾട്ടുമായിട്ട് തിരിച്ചു വരുന്നു. ജഡ്ജസ് അതിനെ വിലയിരുത്തുന്നു. ആൻഡ് അവർക്ക് മാർക്കിനൊപ്പം നമ്മൾ കൊടുക്കുന്നത് മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി പ്ലാറ്റിനം, ഗോൾഡ്, അതുപോലെ സിൽവർ, കോപ്പർ ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള കാർഡ്സ് കൊടുക്കുന്നു. പ്ലാറ്റിനം കാർഡാണെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും ഉയർന്നതായിരിക്കും. ഗോൾഡ് ആകുമ്പോൾ കുറച്ചും കൂടെ കുറയും, സിൽവർ ആകുമ്പോൾ കുറച്ചും കൂടെ കുറയും, കോപ്പർ ആകുമ്പോൾ ഏറ്റവും താഴെയായിരിക്കും. തന്നിടത്തെ പ്ലാറ്റിനം കാർഡ് കൈയോടെ പിടിച്ചു. അപ്പോൾ പ്ലാറ്റിനം കിട്ടിയത് കൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്കുള്ള ക്യാപിറ്റൽ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഒരു കാര്യം വിട്ടുപോയി ചോദിക്കാൻ, 500 രൂപ വെച്ച് എന്ത് ചെയ്തു? ചോക്ലേറ്റ്സ് വാങ്ങിയെന്നോ എന്തോ ഒരു, അതെന്ത് ചെയ്തു? മാം, ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചാർട്ട് പേപ്പേഴ്സ് പിന്നെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു. പക്ഷെ ചോക്ലേറ്റ്സ് വെച്ച് ഞങ്ങൾ ഉദ്ദേശിച്ചൊരു കോൺടെസ്റ്റ് പ്ലാൻ ചെയ്യാനായിരുന്നു. പക്ഷെ അതിനുള്ള ടൈം ഞങ്ങൾക്ക് കിട്ടില്ല. അത് അഭാസം ഒരു പ്ലാൻ ബി എക്സിക്യൂട്ട് ചെയ്തു. അപ്പോഴാണ് ആൾക്കാരിലോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് തുടങ്ങിയത്. ആ ചോക്ലേറ്റ് എന്ത് സംഭവിച്ചു അവസാനം? അതാണ് അത് ഞങ്ങൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സന്തോഷത്തിൽ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം കേട്ടോ. അപ്പൊ പുതുമയേറിയ റൗണ്ടുകളും വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ. ഇത് ഈസ്റ്റേൺ പ്രസൻസ് SBI സംരംഭക പവർഡ് ബൈ കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് ഇൻ അസോസിയേഷൻ വിത്ത് ബിയോണ്ട് തിങ്ക് ആപ്പ്. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. We at the State Bank of India have deep respect for the women. 49% of our workforce constitute of women. I wish all the contestants all the best and the Flower TV a very best for this show. Nandi, namaskaram.